പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ നരേന്ദ്ര പുണ്ഡരീക്കിൻ്റെ ഒരു പ്രശസ്തമായ കവിതയാണ് പുൽബനി ധീമ. ഈ കവിതയിലൂടെ കവി അമ്മയുടെ വാത്സല്യവും അടങ്ങാത്ത സ്നേഹവും തൻ്റെ വേദനയും തുറന്നു കാട്ടുന്നു. ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം നമ്മുടെ മാതാപിതാക്കളെ ഗൗനിക്കാറുണ്ടോ? കുട്ടിക്കാലത്ത് നമ്മുടെ താങ്ങും തണലുമായ അമ്മയെ വൃദ്ധസദനത്തിലേക്കും മറ്റും അയക്കപ്പെടുന്ന രീതി നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്നു. കണ്ണുണ്ടെങ്കിലേ കണ്ണിൻ്റെ വിലയേറിയൂ എന്ന് പറയും പോലെ മാതാപിതാക്കളുടെ വിയോഗത്തിലെ നമുക്ക് അവരുടെ വിലയറിയുവാൻ സാധിക്കുകയുള്ളൂ. ഈ കവിത അത് ഓർമ്മപ്പെടുത്തുന്നു. കുട്ടിക്കാലത്ത് നമ്മുടെ സംരക്ഷകയായിരുന്ന അമ്മയെ വൃദ്ധാവസ്ഥയിൽ നമ്മൾ ഒരിക്കലും കൈവിടരുത്. ആദ്യ ചാപ്റ്റർ ഒരു കവിതയാണ്. അത് എഴുതിയിട്ടുള്ളത് നരേന്ദ്ര പുണ്ഡരീക്കാണ്. हम भाइयों के बीच पुल बनी धीमा, जिसमें आए दिन दौड़ती रहती थी भेद ढक, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक। पिता के बाद हम भाइयों के बीच पुल बनी माँ, अचानक नहीं टूटी, धीरे धीरे टूटती रही। हम देखते रहे और मानते रहे कि बुढ़ा रही है माँ। माम के बार बार कहने को हम मानकर चलते रहे, उसके बुढ़े होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ। हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना। जब तक जीवित रही माँ हम बदलते रहे अपने कंधे, माम आखिर माम ही तो है, बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माम, और माम के कंधों से उतरते ही उतर गए हमारे कंधे. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ അർത്ഥമൊന്ന് ശ്രദ്ധിക്കാം. പുൽബനി ധീമ, അമ്മൊരു പാലമായിരുന്നു. കവിതയാണ് നരേന്ദ്ര പുണ്ഡരീക്കിൻ്റെ. ഇനി കവിതയിലേക്കൊന്ന് നോക്കുക. ഹം ഭായിയോം കെ ബീച്ച് പുൽബനി ധീമ, ഞങ്ങളാകുന്ന സഹോദരന്മാർക്കിടയിൽ പുൽബനി ധീമ, അമ്മ ഒരു പാലമായിരുന്നു. ഒരു പാലത്തെ പോലെ അമ്മ വർദ്ധിച്ചിരുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള സൗഹൃദം കൂട്ടിയുറപ്പിക്കുന്ന ഒരു പാലം തന്നെയായിരുന്നു ഞങ്ങളുടെ അമ്മ എന്നാണ് നരേന്ദ്ര പുണ്ഡരീക്ക് പറയുന്നത്. ജിസ്മേ ആയ ദിൻ ദൗഡ്തി രഹ്തി ഥി ഫിർ തക്, അതിൽ എന്ന് പറഞ്ഞാൽ ആ അമ്മയാകുന്ന പാലത്തിൽ ഞങ്ങൾ ഓടിക്കൊണ്ടേയിരുന്നു. ഭേദതക്, ഒരു തടസ്സവുമില്ലാതെ. ഞങ്ങളുടെ കുട്ടിക്കാലത്തെ കുസൃതികളും മറ്റും എല്ലാം ആ അമ്മ സന്തോഷത്തോടുകൂടി സഹിക്കുകയും സന്തോഷത്തോടുകൂടി ഉൾക്കൊള്ളുകയും ചെയ്തു. അതാണ് പറയുന്നത് ജിസ്മേ ആയേ ദിൻ ദൗഡ്തി രഹ്തി ഥി ഫിർ തക്. അമ്മയാകുന്ന ആ പാലത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു തടസ്സവുമില്ലാതെ ഓടിക്കൊണ്ടേയിരുന്നു. ബിനാ കിസി ഹരി ലാൽ ബത്തിക്ക്, ഒരു പച്ച ലൈറ്റിൻ്റെയോ ചുവപ്പ് ലൈറ്റിൻ്റെയോ സഹായമില്ലാതെ എന്ന് പറഞ്ഞാൽ, ബിന എന്ന് പറഞ്ഞാൽ കൂടാതെ, ഒരു പച്ച ലൈറ്റിൻ്റെയും ചുവന്ന ലൈറ്റിൻ്റെയും സഹായം കൂടാതെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിഗ്നൽ ലൈറ്റുകളെ. ഇതിൻ്റെ ഒന്നും സഹായം കൂടാതെ ഹം ലോഗോം കി ചുക്ക് ചുക്ക് ചക്ക് ചക്ക്, ഞങ്ങളുടെ ജീവിതമാകുന്ന ആ തീവണ്ടി അമ്മയാകുന്ന ആ ഉറച്ച പാലത്തിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു.
ഇതാണ് നമ്മളുടെ അമ്മ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലോർത്തു നോക്കൂ. ഇതല്ലേ നമ്മുടെ അമ്മ? സ്നേഹവും വാത്സല്യവും നമുക്ക് നിറകുടമായി നൽകുന്ന നമ്മുടെ അമ്മ ഇത് തന്നെയല്ലേ? ഒന്നുകൂടി നമുക്ക് നോക്കാം. ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി ഥീ മാം. ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ ഒരു പാലമായിരുന്നു അമ്മ. ഒരു പാലത്തെ പോലെ വർത്തിച്ചിരുന്നു അമ്മ. ജിസ്മേ ആയേ ദിൻ ദൗഡ്തി രഹ്തി ഥീ ഫിർ തക്. ആ അമ്മയാകുന്ന പാലത്തിലൂടെ ഞങ്ങൾ ഭേദതക് ഒരു തടസ്സവും കൂടാതെ ദൗഡ്തി രഹ്തി ഥീ, ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഓടിക്കളിച്ചിരുന്നു. ബിനാ കിസി ഹരി ലാൽ ബത്തിക്ക്, ഒരു ചുവന്ന ലൈറ്റിൻ്റെയോ പച്ച ലൈറ്റിൻ്റെയോ തടസ്സവുമില്ലാതെ. ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്, ഞങ്ങളുടെ ജീവിതമാകുന്ന ആ തീവണ്ടി ആ ഉറച്ച പാലത്തിലൂടെ, അമ്മയാകുന്ന ഉറച്ച പാലത്തിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. അമ്മയുടെ സ്നേഹമാണ് ഇവിടെ, സംരക്ഷണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മക്കളെ. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിലേക്കൊന്ന് കിടക്കാം. ശ്രദ്ധിക്കാം. പിതാ കേ ബാദ് ഹം ഭായിയോം കേ ബീച്ച് പുൽ ബനി മാം. പിതാ കേ ബാദ്, പിതാവിന് ശേഷം ഹം ഭായിയോം കേ ബീച്ച് പുൽ ബനി മാം, ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ ഒരു പാലമായിരുന്നു അമ്മ. നമ്മൾ ആദ്യ വരികളിൽ തന്നെ പറഞ്ഞത്, പക്ഷേ പിതാവും അഥവാ അച്ഛനും അമ്മയുമുണ്ടെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ ആളുണ്ട്, രണ്ടാളുണ്ട്. പക്ഷേ പിതാ കെ ബാദ്, അച്ഛന് ശേഷം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മരണശേഷം, ഹം ഭായിയോം കെ ബീച്ച്, ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ പുൽ ബനി മാം, അമ്മ ഒരു പാലമായിരുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഞങ്ങളുടെ സംരക്ഷണം ആരിൽ എത്തിച്ചേർന്നു? അമ്മയിൽ എത്തിച്ചേർന്നു. അങ്ങനെ ആ സംരക്ഷണത്തോടുകൂടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അചാനക് നെഹി ടൂട്ടി, അചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തകർന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മയ നിർമ്മിച്ച ആ പാലം, അല്ലെങ്കിൽ അമ്മയാകുന്ന ആ പാലം പെട്ടെന്ന് തകർന്നില്ല. ധീരെ ധീരെ ടൂട്ട് ധീരഹി, പതുക്കെ പതുക്കെ തകരാൻ തുടങ്ങി. ടൂട്ടിന തകരുക അല്ലെങ്കിൽ അവശയാകുക. അമ്മ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു? അവശയാകാൻ തുടങ്ങി എന്നും പറയാം. ഹം ദേഖ്തേ രഹേ, ഞങ്ങളത് കണ്ടുകൊണ്ടേയിരുന്നു. ഔർ മാൻതേ രഹേ കി, ഞങ്ങളത് അംഗീകരിച്ചു കൊണ്ടേയിരുന്നു. ബുഢാ രഹി ഹേ മാം, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളത് അംഗീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴും എന്താ സംഭവിക്കുന്നത്? ബുഢാ രഹി ഹേ മാം, അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു. യുവത്വകാലം, ആ അമ്മയുടെ യുവത്വകാലം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഞങ്ങളുടെ ഇടയിലുള്ള ബന്ധം കൂട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചിരുന്ന, ഒരു പാലത്തെ പോലെ പ്രയത്നിച്ചിരുന്ന ആ അമ്മ പതുക്കെ പതുക്കെ മക്കളെ എന്താവാൻ തുടങ്ങി? വൃദ്ധയാകാൻ തുടങ്ങി. അത് ഞങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു, അത് ഞങ്ങൾ അംഗീകരിച്ചു കൊണ്ടേയിരുന്നു എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അടുത്ത ലൈനിലേക്ക് നമുക്ക് കടക്കാം. മാം കെ ബാർ ബാർ കഹിനെ കോ हम मान कर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. മാം കെ ബാർ ബാർ കഹനെ കോ, അമ്മ പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. നമുക്കറിയാം, വൃദ്ധയായി കഴിഞ്ഞാൽ, വൃദ്ധാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പല മറവികളും, അതുപോലെ തന്നെ പറഞ്ഞത് തന്നെ പറയുന്ന ഒരു അവസ്ഥയുമുണ്ട്. അതാണ് പറയുന്നത് മാം കെ ബാർ ബാർ കഹനെ കോ, അമ്മ പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. ഹം മാൻ കർ ചൽത്തേ രഹേ, ഞങ്ങൾ അംഗീകരിച്ചു കൊണ്ടേയിരുന്നു. ഞങ്ങളുടെ അമ്മയാണ് പറയുന്നത്, ഞങ്ങൾ അംഗീകരിച്ചു കൊണ്ടേയിരുന്നു. ഉസ്കെ ബുഡ്ഡേ ഹോനെ കി ആദത്ത്, അവരുടെ ആ വൃദ്ധയാകുന്ന സ്വഭാവം, ആദത്ത് എന്ന് പറഞ്ഞാൽ ശീലം, സ്വഭാവം എന്നർത്ഥം. ആ സ്വഭാവം
അപ്പിനെ ഹർ ആവാസ് മേ, തൻ്റെ ഓരോ ശബ്ദത്തിലുമുണ്ടായിരുന്നു. ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം. ഓരോ സൗണ്ടിലും ആ വൃദ്ധയാകുന്ന ആ സ്വഭാവമുണ്ടായിരുന്നു. നമുക്കറിയാം, വൃദ്ധാവസ്ഥയിൽ പലതരത്തിലുള്ള സ്വഭാവങ്ങളും കുട്ടികളുടെ സ്വഭാവങ്ങളൊക്കെ ആര് കാണിക്കും? അച്ഛനമ്മമാർ കാണിക്കും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ധീരെ ധീരെ ടൂട്ട് ധീരെ ഹീമ. അമ്മ പതുക്കെ പതുക്കെ തകരാൻ തുടങ്ങി. അമ്മ പൂർണ്ണമായിട്ട് വാർദ്ധക്യാവസ്ഥയിലേക്ക് എത്താൻ തുടങ്ങി. ഇവിടെയാണ് മക്കളെ നമ്മുടെ സഹായം അമ്മക്ക് ഉണ്ടാകേണ്ടത്. ഹാത്തോം ഹാത്ത് രഹ്തി മാം, ഏക് ദിൻ ഹമാരെ കന്തോമേ ആ ഗയി. നമ്മൾ അതുവരെ കൈപിടിച്ചിരുന്ന അമ്മ ഒരു ദിവസം നമ്മളുടെ ചുമലിലെത്തി എന്ന് പറഞ്ഞാൽ ഏക് ദിൻ ഹമാരെ കന്തോമേ ആ ഗയി, ഒരു ദിവസം നമ്മളുടെ ജിമ്മേദാരിയിൽ, ഉത്തരവാദിത്വത്തിൽ എത്തിച്ചേർന്നു. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം, പതുക്കെ പതുക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങുകയാണ്. അപ്പിനെ വൃഷഭ് കന്തോമേ, തങ്ങളുടെ ആ സ്ട്രോങ് ആയിട്ടുള്ള ചുമലുകളിൽ, ഷോൾഡറുകളിൽ, മാം കാ ഭാരി ഹോന, അമ്മ ഒരു ഭാരമായി തീരുന്നത്. നമുക്കറിയാം, കുട്ടിക്കാലത്ത് നമ്മൾ എന്ത് ചെയ്താലും അമ്മക്ക് മക്കളൊരു ഭാരമാകില്ല, ഒരിക്കലും ആകില്ല. പക്ഷേ ഇവിടെ നോക്കൂ, ആ കൈ പിടിച്ചിരുന്ന അമ്മ ഒരു ദിവസം നമ്മുടെ സഹായത്തിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ എത്തിച്ചേർന്നു. ആ അമ്മയെ നോക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം നമ്മളിൽ എത്തിച്ചേർന്നു. അപ്പോൾ നമുക്ക് തോന്നിയത് എന്താണ്? തോന്നുന്നത് എന്താവും? തോന്നരുത്. തോന്നുന്നത് ധീരെ ധീരെ മഹസൂസ് കർണയിലേക്ക് അങ്ങക്ക് പതുക്കെ പതുക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. മഹസൂസ് കർണ എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക. അപ്പിനെ വൃഷഭ് കന്തോമേ, തങ്ങളുടെ വൃഷഭ് കന്ത്, സ്ട്രോങ് ആയിട്ടുള്ള ആ ചുമലുകളിൽ, മാം കാ ഭാരി ഹോന, അമ്മ ഒരു ഭാരമാകുന്നത്. നോക്കൂ മക്കളെ, ആവാൻ പാടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ. ഇനി അടുത്ത വരികളിലേക്ക് കടക്കുകയാണ്. ജബ് തക് ജീവിത് രഹി മാം ഹം ബദൽതേ രഹേ അപ്പിനെ കന്ദേ, എപ്പോൾ വരെയാണോ അമ്മ ജീവിച്ചിരുന്നത്, ഹം ബദൽതേ രഹേ അപ്പിനെ കന്ദേ, ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം മാറ്റിക്കൊണ്ടേയിരുന്നു. ഞങ്ങളുടെ ചുമല് മാറ്റുക എന്ന് പറഞ്ഞാൽ ബദൽതേ രഹേ അപ്പിനെ കന്ദേ, ചുമല് മാറ്റിക്കൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം, മക്കൾ നോക്കുന്ന ഉത്തരവാദിത്വം എന്ത് ചെയ്യാണ്? മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. മാം ആഖിർ മാം ഹി തോ ഹേ, അമ്മ അവസാനം അമ്മ തന്നെയാണ്. അമ്മ ഒരിക്കലും മക്കളെ കഷ്ടപ്പെടുത്താൻ എന്ത് ചെയ്യുന്നില്ല? ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബാർ ബാർ ഹമേ കന്ദേ ബദൽതേ ദേഖ്, പല തവണകൾ ഞങ്ങളുടെ ആ ഉത്തരവാദിത്വം മാറ്റുന്നത് കണ്ടിട്ട്, ഞങ്ങളുടെ ചുമല് മാറ്റുക എന്ന് പറഞ്ഞാൽ കന്ദേ ബദലിന ഉത്തരവാദിത്വം മാറ്റുന്നത് കണ്ടിട്ട്, ഹമാരെ കന്തോം സേ ഉദർ ഗയി മാം, ഞങ്ങളുടെ ചുമലുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി അമ്മ എന്ന് പറഞ്ഞാൽ മാം മർ ഗയി, അമ്മ മരിച്ചുപോയി. ഒരിക്കലും അമ്മക്ക് മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഒരിക്കലും ഇഷ്ടമല്ല. നമ്മളത് തിരിച്ചറിയണം. ആ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞങ്ങളുടെ ചുമലിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ നിന്ന് അമ്മ മരിച്ചുപോയി. മാം കെ കന്തോം സേ ഉദർത്തേ ഹി, അമ്മ ഞങ്ങളുടെ ചുമലിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഉദർ ഗയേ ഹമാരെ കമ്പ, ഞങ്ങളുടെ ചുമലും ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബേസഹാരെ ഹോ ഗയേ, ആശ്രയമില്ലാത്തവരായി തീർന്നു. അമ്മ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയപ്പോൾ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് ആശ്രയമില്ലാത്തവരായി ഞങ്ങൾ ആശ്രയമില്ലാത്തവരായി മാറി. എത്ര വലുതായാലും മക്കളെ, തൻ്റെ മോനെ, തൻ്റെ കുട്ടി എന്ന് വിളിക്കുന്ന ആ അമ്മയുടെ
മടിത്തട്ടിൽ കിടന്നാൽ നമ്മളുടെ ഏത് ദേഷ്യവും അതുപോലെ തന്നെ ഏത് ദുഃഖവും അകന്നു പോകും. ആ സന്തോഷത്തോട് ആ ദുഃഖമകന്ന് നമ്മുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു അനുഭൂതി, ഒരു സന്തോഷത്തിൻ്റെ അനുഭൂതി കടന്നു വരും. അതാണ് നമ്മുടെ അമ്മ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ പാഠഭാഗത്തിലൂടെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, അമ്മ തന്നെയാണ്. മക്കളുടെ വിഷമം അമ്മയുടെ വിഷമമാണ്, മക്കളുടെ സന്തോഷം അമ്മയുടെ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ നമുക്കും വൃദ്ധരായ അച്ഛനമ്മമാരുണ്ട്. അവരെ ഒരിക്കലും നിങ്ങൾ കൈവിടരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു.